ദിവസമൊക്കെ ആളുകളോട് പ്രതികരണം ചോദിച്ച ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ ഒരു മാപ്പ് വന്നിരിക്കുകയാണ്. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇന്ന് ആ ഒരു മാപ്പ് കണ്ട ദിവസമാണ്. മറ്റാരുടെയുമുള്ള നമ്മുടെ മന്ത്രി സജി ചെറിയാന്റെ മാപ്പ്. പേര് നോക്കി വർഗീയ ധ്രുവീകരണം പ്രവചിച്ച മന്ത്രിയോട് ജനങ്ങൾ ഈ മാപ്പ് കൊണ്ട് പൊറുക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലപ്പുറത്തും കാസർഗോഡുമുള്ളവർ. കേരളം ഈ മാപ്പിനെ അംഗീകരിക്കുമോ? മാപ്പ് പറയുമ്പോഴും ന്യായീകരിക്കുന്നുമുണ്ട് മന്ത്രി. വാക്കുകൾ വളച്ചൊടിച്ചത് എന്ന് പറയുമ്പോൾ ആ വളവും ഒടിവുമൊക്കെ ജനം തിരിച്ചറിയുമോ, അത് ജനം മനസ്സിലാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മലപ്പുറത്തിനും കാസർഗോഡിനും ഒക്കെ ഇടയിലുള്ള കോഴിക്കോടുകാരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. രതീഷ് വാസുദേവൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഉത്തരം നോക്കാം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രതികരണത്തിൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഒരാഴ്ചയായി കേരളം. മത ന്യൂനപക്ഷ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഒടുവിൽ മന്ത്രി ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ ഖേദം കൊണ്ട് മാത്രം ഈ ആക്ഷേപം തിരുത്താനാകുമോ? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഇത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞതാണിത്. മുസ്ലിങ്ങളെ മൊത്തം അവഹേളിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേരളത്തിലെ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ പറഞ്ഞത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതും. വെറും ജമാഅത്ത് ഇസ്ലാമിനെ മറ്റേ വെള്ളാപ്പള്ളി പറയുന്നതിന് അതേ രീതിയിൽ തന്നെ അയാളും പറഞ്ഞാണ്. ഇതിൻ്റെ ഇത് ആസൂത്രിതമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ക്ഷമ പറഞ്ഞുകൊണ്ടൊന്നും അവസാനിക്കുന്ന നല്ലത്. ഇതുവരെ ആസൂത്രണമായിട്ട് BJP-യുമായിട്ടുള്ള ഒരു അലയൻസാണിത്. മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരില്ല. ഇപ്പം പൊതുവെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അവസാനം അത് പ്രശ്നമാകുമ്പോൾ മാപ്പ് പറയുക. അതിപ്പോൾ അധികം നേതാക്കന്മാർക്കും കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആക്ഷൻ എടുക്കണമെന്നില്ല. മാപ്പേണ്ടൊരു കാര്യമില്ല. മാപ്പ് എന്തും പറയാം, എപ്പോഴും പറയാം, അതിൽ കാര്യമില്ല. പറഞ്ഞ് പുറത്ത് ജനങ്ങൾ അറിഞ്ഞ് എടുക്കല്ലേ, ജനങ്ങളെ മനസ്സിൽ കിടക്കുക. അത് എക്കാലത്തും അവിടെ ഉണ്ടാവും. കേരളത്തിൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഐക്യത്തോടെ ജീവിക്കുന്ന വിഭാഗം എല്ലാവരും, ഹിന്ദു ആണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്. അതിലൊക്കെ അതിൻ്റെ ഇടയിൽ ഇടംകോടി ഇട്ടിട്ട് സംസാരിച്ച് ഭിന്നിപ്പുണ്ടാക്കി വോട്ട് നേടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഈ കാലമറില്ലാത്ത കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു സ്ഥിതിയാണെന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുണ്ടായില്ല, മതസംഘടനയുടെ ഭാഗത്തുണ്ടായില്ല. അത്രമാത്രം ഗൗരവമായ വർഗീയ സമീപനമുള്ളത് അത് ഏറ്റവും തെറ്റാണ്. പിന്നെ അംഗീകരിക്കാൻ പറ്റല്ല. ആര് പറഞ്ഞാലും, മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി പറഞ്ഞാലും, ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും മാപ്പ് കൊണ്ട് അവസാനിക്കില്ല. മാപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതല്ല. മാപ്പ് പറയേണ്ടത് അതുകൊണ്ട് എന്ത് കാര്യമോ? അതുകൊണ്ട് എന്താണ് മന്ത്രി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ? മന്ത്രിയല്ലേ, നമ്മളൊക്കെ ഭരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതൊരു ശരിയായ രീതി ആയില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും എത്രയേറെ ജാഗ്രതയോടെ പ്രതികരിക്കണമെന്നതിൻ്റെ തെളിവാണ് ഈ വിവാദങ്ങൾ. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.